ഹാവ് എ നൈസ് ഡേ. വാവ്, ബ്യൂട്ടിഫുൾ. കണ്ടില്ലേ, പുലരിയുടെ അഹങ്കാരം എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന 9 മണിപ്പൂക്കളുടെ സൗന്ദര്യത്തോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. 10 മണിപ്പൂക്കൾ വല്ലാത്തൊരു ആകർഷണമുള്ള പൂക്കളാണ്. ഏത് ഭാഗത്ത് നട്ടാലും വളരെ ഈസിയായി വളർന്നു വരുന്ന ഒരു ചെടിയാണിത്. നല്ല വെയിലുള്ള ഭാഗത്താണ് നമ്മൾ നടുന്നതെങ്കിൽ വളരെ മനോഹരമായി തന്നെ നമുക്ക് പൂക്കൾ തരുന്ന ചെടി. പലവിധ കളറിലായിട്ട് ഈ ഒരു ചെടി ഇപ്പോൾ അവൈലബിൾ ആണ്. കൂടുതൽ കെയറിംഗ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഒരല്പം വെയിൽ കൊടുത്താൽ തന്നെ നന്നായി വളരുന്ന ചെടിയാണിത്. രാവിലെ ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. സുഖമുള്ള അന്തരീക്ഷം. വിരിഞ്ഞു നിൽക്കുന്ന എൻ്റെ മന്ദാരപ്പൂവിൻ്റെ ഭംഗിയിലേക്ക് ഒരല്പനേരം നോക്കി നിന്നു. 10 മണി ചെടികളെ പോലെ തന്നെ ഈസി ആയിട്ട് കെയർ ചെയ്യാതെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണല്ലോ കോളിയോസ് പ്ലാന്റ്. 10 മണി ചെടിയെ പോലെ തന്നെ ഇവരെയും നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്യാം. വീടിന്റെ മുൻഭാഗത്ത് പെട്ടെന്ന് തന്നെ വെയിൽ അടിച്ചു കയറും. ആ ഭാഗത്തൊക്കെ ഞാൻ വെയിൽ കൊള്ളാവുന്ന ചെടികളാണ് വെച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ചെറിയൊരു കട്ടൻ ചായ കുടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാം. വെയിലുള്ള ഭാഗത്ത് ഏത് ചെടി നട്ടാലും അവ മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ ആ ഭാഗത്തൊക്കെ 10 മണിപ്പൂക്കൾ നട്ട് റെഡിയാക്കിയത്. സംസാരത്തിനിടയിൽ എന്തായാലും എനിക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കണം. അതിന്ന് തുളസി ഇല വെച്ചിട്ടുള്ള ഒരു ചായ തന്നെയാവട്ടെ. തുളസി ഇല പൊട്ടിച്ചെടുത്ത് നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചായക്കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊക്കെ നമ്മുടെ ചായയിൽ ഇതുപോലെ തുളസിയും പുതിനയും ഒക്കെ ഇട്ട് നമുക്ക് ഓരോരോ മാറ്റങ്ങൾ വരുത്താം. ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ അടുത്തായിട്ട് ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഫ്രണ്ടിനെ കാണാൻ പോയി. അവള് ഒരുപാട് ജോലി ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ശരീരത്തെ ശ്രദ്ധിക്കാൻ ആള് മറക്കുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷം. കൈ ഇത്ര ജോലിയൊക്കെ ചെയ്തിട്ട് കൈ ചീത്തയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അവൾക്ക് കൊടുത്തൊരു ടിപ്സ് ഉണ്ട്. നമ്മൾ ചെടികളും വീടും എല്ലാം ഭംഗിയാക്കിയാൽ മാത്രം പോരാ, നമ്മുടെ ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഭംഗിയോടെ സൂക്ഷിച്ച് കൊണ്ടു നടക്കാൻ മറക്കരുത്. ശരീരത്തിന്റെ നിറം വെളുപ്പോ കറുപ്പോ ആവട്ടെ, നമ്മുടെ കൈകാലുകളും മുഖവും ഒക്കെ നമ്മൾ ഭംഗിയാക്കാൻ മറക്കാതിരിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കൈ, കാല്, മുഖം എന്നിവയൊക്കെ നമുക്ക് പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്തെടുക്കാം. ചായയിലേക്ക് ഉണക്കമുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉണക്കമുന്തിരി എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മാത്രം കഴിക്കുക. ഉണക്കമുന്തിരി നമ്മൾ വയനാട് ട്രിപ്പ് പോയ സമയത്ത് വഴിയോരത്ത് ഞാനൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് കാണിച്ചിരുന്നല്ലോ, അവിടെ നിന്ന് വാങ്ങിയതാണ്. ചായ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. ഇന്നലെ ഭംഗിയോടെ വിരിഞ്ഞു നിന്ന നന്ദ്യാർ വട്ടത്തിൻ്റെ പൂക്കളാണ് കൊഴിഞ്ഞു കിടക്കുന്നത്. പലതരം പൂക്കളാണ് രാവിലെ നമ്മൾ വിരിഞ്ഞ് കാണുന്നത്. ബിഗോണിയ ചെടിയുടെ പൂക്കളാണിത്. ഇത് റെഡ് കളറും പിങ്ക് കളറും അതുപോലെ ലൈറ്റ് പിങ്കും ഒക്കെ ആയിട്ട് ഓരോരോ ചെടിയിൽ ഓരോരോ പൂക്കളായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതും ഒരു നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ്. സീസൺ ആയിട്ടല്ല, എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു ചെടിയാണിത്. കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതിനിടയിൽ ഇവിടെ ഒരാൾ എന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. പുറത്തുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി അകത്ത് വന്ന് ദോശയും ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സെയിൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ദോശയും ചമ്മന്തിയും വേണമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അരിപ്പൊടി ചേർത്തുള്ള ദോശയാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. പച്ച തേങ്ങയും അരിപ്പൊടിയും ഒരു കോഴിമുട്ടയും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. മാവ് ദോശക്കല്ലിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നെങ്കിൽ നമുക്ക് കട്ടി കുറഞ്ഞ ദോശ കിട്ടുകയുള്ളൂ. ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനിടയിൽ നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനുള്ള പാന് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരല്പം കടകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി, വെളുത്തുള്ളി, തക്കാളി, ഉപ്പ് എന്നിവ ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാം.
ദോശയിലേക്ക് വളരെ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ തക്കാളി ചമ്മന്തി. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഈ മാവ് അരച്ചെടുക്കാൻ. അങ്ങനെ ദോശയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. സെയിന് റെഡി ആയിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടി. അവന് ആദ്യത്തെ ദോശ ചമ്മന്തിയോട് കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ദോശയും ചമ്മന്തിയും അവന് എന്നും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. ദോശയും ചമ്മന്തിയും ആസ്വദിച്ച് കഴിച്ച് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഓരോന്നും ഓരോന്നിന്റെ ഭാഗത്ത് അടുക്കിപ്പെറുക്കി വൃത്തിയാക്കി. ഇനിയും കുളിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ജോലി കൂടി ബാക്കിയുണ്ട്. ഈ ഒരു ട്രിക്ക് ഞാൻ മാസത്തിലൊരിക്കൽ ചെയ്യുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ചാണകപ്പൊടിയാണിത്. ഇത് നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഒഴിച്ചു വെക്കുക. കൂടുതൽ വെള്ളം ചേർത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പാക്കറ്റ് പൊടി 1/2 ബക്കറ്റ് വെള്ളത്തിലാണ് ഞാൻ കലക്കുന്നത്. ഇങ്ങനെ നമ്മൾ തട്ടിക്കൊടുത്തതിന് ശേഷം ഒരു കമ്പ് വെച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി ആ വെള്ളത്തിൽ ലയിക്കുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ഇളക്കി അതിൽ മുങ്ങിയ ശേഷം നമുക്കിത് ഒരല്പം നേരം ഒരരികിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് നന്നായി പൊതിർന്ന് അത് ആ വെള്ളത്തിൽ ഒന്ന് നന്നായി കലങ്ങി കിട്ടുന്ന സമയം വരെ നമുക്ക് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഇത് നന്നായി പതച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കലക്കിയ മിശ്രിതം ഇനി നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നേരിട്ട് ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ബെറ്ററാണ് ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ കലക്കി 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ പുതിർത്തി വെച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചെടികൾ പെട്ടെന്ന് റിസൾട്ട് തരും. ചാണകമൊന്നും കിട്ടാനില്ലാത്ത ആളുകൾക്ക് ഈ ഒരു ചാണകപ്പൊടി മാത്രമാണ് ആശ്രയം. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പച്ച ചാണകം ഒഴിച്ചു കൊടുക്കുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുക. ഇതെൻ്റെ ലാവൻഡർ പ്ലാന്റ് ആണ്. ഒരു ചെറിയ കുഞ്ഞു തൈ കൊണ്ടുവന്ന് ഞാൻ നട്ടതാണ്. ഇപ്പോൾ നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലീഫ് നല്ലൊരു സ്മെല്ലാണ്. അടിപൊളിയായിട്ട് തന്നെ ഇത് വളർന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ചെടികൾക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ ചാണകപ്പൊടി വാങ്ങുന്ന സമയത്ത് നല്ല പൊടിയായത് വാങ്ങാതെ കുറച്ച് കട്ടകളോട് കൂടിയ ചാണകപ്പൊടിയാണ് വാങ്ങാൻ നമുക്ക് ഏറ്റവും നല്ലത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.